നമസ്കാരം. രാഷ്ട്രീയമില്ലാത്ത ഒന്നും ഇല്ലെന്നായിരിക്കുന്നു. യുഎസിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയതോടെ വാർത്തകൾക്ക് ക്ഷാമമില്ല. തലക്കെട്ടുകളിൽ ഇടം പിടിക്കാനുള്ള ട്രംപിന്റെ വിരുദ്ധ ഒന്ന് വേറെ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎസ് സന്ദർശനം ആകാംക്ഷ നിറഞ്ഞതായിരുന്നു. യുഎസിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നത് ആവർത്തിക്കുമോ, ട്രംപിന്റെ താരിഫ് നയത്തിൽ ഇന്ത്യക്ക് ഇളവുണ്ടാകുമോ തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ആകാംക്ഷ. മോദിയുടെ യുഎസ് സന്ദർശന ഫലത്തെ പുകഴ്ത്തിയ ലേഖനത്തിലൂടെ ശശി തരൂർ എം പി കോൺഗ്രസിൽ വെടിപൊട്ടിച്ചത് ആഴ്ച അവസാനം വിവാദവും വാർത്താവിരുന്നുമായി. അതിന്റെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല. സിനിമാ വിവാദത്തിന്റെ തുടർ ചർച്ചകളും പോയ വാരത്തിൽ സജീവമായിരുന്നു. പോട്ട ബാങ്ക് കവർച്ച മലയാളികളെ ഞെട്ടിച്ചതും പ്രതിയെ കൗശലത്തോടെ പോലീസ് പിടികൂടിയതുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിന്നു. എന്നിരുന്നാലും ടെലിവിഷൻ വാർത്താ ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗിൽ 5-ാമത്തെ ആഴ്ചയെ അപേക്ഷിച്ച് 6-ാമത്തെ ആഴ്ച ആകെ പോയിന്റുകളിൽ ഇടിവ് സംഭവിച്ചതായി കാണാം. പതിവ് പോലെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് മറ്റ് ചാനലുകളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിൽ. 6-ാമത്തെ ആഴ്ചയിലെ ശ്രദ്ധേയമായ മുന്നേറ്റം മനോരമ ന്യൂസിൻ്റെതാണ്. മലയാളം വാർത്താ ചാനലുകളിലെ 4ഉം 5ഉം സ്ഥാനക്കാർ തമ്മിൽ പോയ വാരവും കടുത്ത മത്സരമാണ്. മാതൃഭൂമി ന്യൂസിനെ 5-ാം സ്ഥാനത്തേക്ക് തള്ളി മനോരമ 4-ാം സ്ഥാനം പിടിച്ചിരിക്കുന്നു. മനോരമയ്ക്ക് 35.50 പോയിന്റും മാതൃഭൂമിക്ക് 34.40 പോയിന്റുമാണ്. 4 ആഴ്ചയായി 4-ാം സ്ഥാനത്ത് തുടർന്നിരുന്ന മാതൃഭൂമി ന്യൂസിനെയാണ് 6-ാമത്തെ ആഴ്ച മനോരമ മറികടന്നത്. 5-ാമത്തെ ആഴ്ച മാതൃഭൂമിക്ക് 36.75 പോയിന്റും മനോരമയ്ക്ക് 35.73 പോയിന്റുമായിരുന്നു. കാതിലുള്ള വാർത്തകളുമായി മുന്നേറുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് ബാർക്ക് റേറ്റിംഗിൽ 84.82 പോയിന്റാണ്. ഷോമാൻഷിപ്പിന്റെ ബലത്തിൽ മുന്നേറുന്ന റിപ്പോർട്ടർ ചാനലാണ് 2-ാം സ്ഥാനത്ത്. 6-ാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ചാനലുമാണ്. ഏഷ്യാനെറ്റ് 90.94 പോയിന്റിൽ നിന്ന് 84.82 പോയിന്റിലേക്ക് താണെങ്കിലും 1-ാം സ്ഥാനത്തിന് കോട്ടമൊന്നുമില്ല. അതേസമയം റിപ്പോർട്ടർ ചാനൽ 69.71 പോയിന്റും നേടി. റിപ്പോർട്ടറിന് അടുത്ത കാലത്തെങ്ങും ഏഷ്യാനെറ്റിനെ മറികടക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാണ്. അതേസമയം 3-ാം സ്ഥാനത്തുള്ള 24ന്റെ റേറ്റിംഗ് 63.92 ആണ്. കേരള വിഷന്റെ പ്രൈം ബാൻഡ് നേടിയാണ് റിപ്പോർട്ടർ 2-ാം സ്ഥാനത്തുള്ളത്. 24 ന്യൂസ് ആകട്ടെ 2-ാമത്തെ പ്രൈം ബാൻഡും നേടി. ഇതോടെയാണ് മറ്റ് പരമ്പരാഗത വാർത്താ പവർ ഹൗസുകളെ ഇവർ പിന്നിലാക്കിയത്. ജനം ടിവിയാണ് 20.19 പോയിന്റുമായി 6-ാം സ്ഥാനത്ത്. 15.22 പോയിന്റുമായി കൈരളി ടിവിയും 13.43 പോയിന്റുമായി ന്യൂസ് 18 കേരളവും 7ഉം 8ഉം സ്ഥാനങ്ങളിലുണ്ട്. റേറ്റിംഗിൽ ഏറ്റവും അവസാനക്കാരെന്ന ഖ്യാതിയുള്ള മീഡിയ വണ്ണിന്റെ നിലയിൽ മാറ്റമൊന്നുമില്ല. 8.09 മീഡിയ വണ്ണിന്റെ റേറ്റിംഗ്.